എന്താണ് ശരിക്കും ഈ ക്രിസ്മസിൽ സംഭവിക്കുന്നത്? ഒരു രീതിയിൽ നോക്കിയാൽ ഇറ്റ് ഈസ് ദ പെയിൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദുഃഖമാണ്. ദി ഇറ്റേണൽ ദുഃഖ ഓഫ് ഗോഡ്. ആരെക്കുറിച്ച്? മനുഷ്യരെക്കുറിച്ച്. ദൈവം സൃഷ്ടിച്ച, ദൈവസ്വരൂപത്തിൽ സൃഷ്ടിച്ച ഈ മനുഷ്യർ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ സൃഷ്ടിച്ച നമ്മൾ അത് ഒഴിഞ്ഞു മാറി സ്വന്തം ഇഷ്ടവും സ്വാർത്ഥ താല്പര്യങ്ങളും മറ്റു ഉപദേശങ്ങളും സ്വീകരിച്ച് അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ് നമുക്ക് ഈ പാരഡൈസ് നഷ്ടമായത്. ഇതെല്ലാം നമുക്കറിയാവുന്ന കഥ. അപ്പോൾ അതിനെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ അദമ്യമായ സ്നേഹമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ദുഃഖത്തിൽ നിന്ന് ഉണ്ടായത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കൾ, ഈ കാലത്ത് 2-3 മക്കളൊക്കെ ഉള്ളൂ. അവർ രണ്ടുപേരിൽ ഒരാൾ നന്നായി പഠിക്കുന്നു, നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റേ ആൾ കുറച്ച് ഉഴപ്പുന്നു. സത്യത്തിൽ ഈ മിടുക്കനെക്കുറിച്ച് പേരൻസിന് അഭിമാനമുണ്ട്. ആ ഉഴപ്പനെക്കുറിച്ച് പേരൻസിന് എന്താ ഉള്ളത്? എന്തോ നിങ്ങൾക്ക് മലയാളം కొంచెമൊക്കെ അറിയത്തില്ല. ദുഃഖമാണ്. കാരണം എല്ലാവരുടെയും, അല്ലെങ്കിൽ പേരൻസിൻ്റെ ഏറ്റവും വലിയ താല്പര്യം മക്കൾ എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളതാണ്. ഇത് ദൈവത്തെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിലുണ്ട്, നിൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിൻ്റെ സ്നേഹം നിൻ്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. അപ്പം ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹമാണ്. സോ ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഡിവൈൻ ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവം എവിടെ ഉണ്ടോ അവിടെ സ്നേഹമുണ്ട്, എവിടെ സ്നേഹമുണ്ടോ അവിടെ ദൈവമുണ്ട്. ഇന്ന് നമുക്ക് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് സത്യത്തിൽ സ്നേഹമല്ല, അതൊരു സ്വയസ്നേഹം മാത്രമാണ്. ആരോടാണ് ഏറെ ഇഷ്ടം എന്ന് കവി ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി കവി തന്നെ ഉത്തരം പറയുന്നു, എന്നോട് തന്നെ. അത് കഴിഞ്ഞിട്ടോ? അത് കഴിയുന്നില്ലല്ലോ. മരണം വരെ സ്വസ്നേഹികളായി നമ്മൾ ജീവിക്കുക. അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലനും ഇത് തന്നെയാണ് പറയുന്നത്. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളാണ്. അപ്പോൾ സ്വയസ്നേഹത്തിൽ നിന്ന് അവരനെ സ്നേഹിക്കാനും അടുത്തിരിക്കുന്നവരെ സ്നേഹിക്കാനും അയൽവക്കക്കാരെ സ്നേഹിക്കാനും കൂടെ ജോലി ചെയ്യുന്നവരെ സ്നേഹിക്കുവാനുമുള്ള ഒരു വെല്ലുവിളിയാണ് ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മിൽ നിന്നുള്ള പുറപ്പാടാണ്. ആദ്യത്തെ ക്രിസ്മസിൽ ദൈവം പുറപ്പെട്ടു, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് പുറപ്പെട്ടു. അതൊരു യാത്രയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദി ഗോഡ് ഈസ് ഡിസെൻഡിങ് ടു ദിസ് വേൾഡ്. ദൈവം ഈ ലോകത്തിലോട്ട് ഇറങ്ങുക. നമ്മളെന്താ ചെയ്യുന്നത്? വി ആർ അസെൻഡിങ് ടു ഗോഡ്. അപ്പം യേശു ക്രിസ്തുവിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൈവം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗോഡ് ഇൻ സെർച്ച് ഓഫ് മാൻ ആൻഡ് മാൻ ഇൻ സെർച്ച് ഓഫ് ഗോഡ്. ഇത് രണ്ടുകൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബേത്ലഹേം, യേശു എന്ന് പറയുന്നത്. ഇൻ ക്രൈസ്റ്റ് വി മീറ്റ് ഗോഡ് ആൻഡ് മാൻ. അപ്പോൾ ഈ ക്രിസ്മസിൽ നമുക്ക് സാധിക്കേണ്ടുന്ന പരമപ്രധാനമായ കാര്യം, നമുക്ക് ക്രിസ്തുവിനെ കണ്ടെത്തണം. ക്രിസ്തുവിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായി എങ്കിൽ മനുഷ്യനാകുക എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ അർത്ഥം. മനുഷ്യനാകുക. ഇവിടെ ഞാൻ മുമ്പിലിരിക്കുന്ന ആദ്യത്തെ ബെഞ്ചിലിരിക്കുന്ന സ്ത്രീകൾ കേൾക്കാമല്ലോ. ആ നൈറ്റിംഗേളിന് കേൾക്കാമോ പറയുന്നത്? നമുക്ക് ധൈര്യമായിട്ട് പറയാനൊക്കുമോ ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? ഉണ്ട്. അതോ 2 കാലിൽ നിൽക്കുന്ന ഒരു ജന്തുലോകത്തിൽപ്പെട്ട ഒരാളെന്നേ ഉള്ളൂ? നിങ്ങളുടെ ഒരു അഭിപ്രായം? അല്ല, മനുഷ്യരാണ്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യേശുവാണ്. നിങ്ങളോട് ഇതിനോടകം ആരെങ്കിലും ഇതാണ് യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ പകരക്കാരി എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കില്ലേ? കേൾക്കാം. പറഞ്ഞിട്ടുണ്ടോ? പറയിക്കണം മനുഷ്യന്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു എന്ന് ഉള്ള വേദപുസ്തക ഭാഗം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലയോ? ഇല്ല, വിശ്വസിക്കുക. അപ്പോൾ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട ഈ കുണ്ടറ ഭാഗത്ത് നിങ്ങൾ യഥാർത്ഥ മനുഷ്യരാണ്, പാപമില്ലാത്തവരാണെന്ന് പറയുന്നത് ദൈവകോപമാണോ ദൈവ സ്നേഹമാണോ? അവരോട് അങ്ങോട്ട് നോക്കാൻ പോണ്ട, ഞാനതുകൊണ്ടാണ് നിങ്ങളെ നോക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും റിയലിസ്റ്റിക് ആകേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് മനുഷ്യരാകും. അപ്പം അവിടെ വളരെ ചെറുതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഓർക്കുന്നത് നല്ലതാണ്. അപ്പം ദൈവം ഈ ലോകത്തിലേക്ക് വന്നു, ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ ദൈവം ഈ മണ്ണിനെ സ്പർശിച്ചപ്പോൾ മണ്ണിന് ഒരു സീക്രട്ട് ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ദിസ് ഈസ് എ ട്രാൻസ്ഫോംഡ് വേൾഡ് സിൻസ് ഗോഡ് ഈസ് എൻറ്റേർഡ് ഇൻ ടു ദിസ് വേൾഡ്. ഈ ലോകത്തിലോട്ട് ദൈവം പ്രവേശിച്ചപ്പോൾ ഈ ലോകം ദൈവികമാണ്. അപ്പോൾ ഒരുപാട് പാട്ടുകൾ നിർത്തേണ്ടി വരും. ഈ ലോകമെല്ലാം മായയാണ്, ഈ ലോകമെല്ലാം പാപമാണ്, ഇവിടെ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ ഉള്ളത് പാട്ട് ചിലതൊന്നും അത്ര മാറ്റേണ്ടി വരുമായിരിക്കും. ദിസ് വേൾഡ് ഈസ് സീക്രട്ട്. ഈ ഭൂമി വിശുദ്ധമാണ്. കാരണം ദൈവത്തിൻ്റെ പാദം സ്പർശിച്ച് ദൈവം നടന്ന ലോകമാണ്. അതുകൊണ്ട് ഈ മണ്ണിനോട് നമുക്കൊരു ഭവ്യമായ അപ്രോച്ച് ഉണ്ടാകണം. ഓരോ ക്രിസ്മസും ഇത് നമ്മളെ ഓർമ്മിക്കും. ഈ പ്രകൃതിയോട് ഇപ്പോഴാണ് നമ്മൾ എക്കോളജിയെക്കുറിച്ചും പ്രകൃതി സ്നേഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു തുടങ്ങിയത്. നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതി എത്തിയപ്പോൾ വി ആർ ടോക്കിംഗ് മച്ച് അബൌട്ട് എക്കോളജി. അപ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ മണ്ണ് ഇന്ന് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ദൈവം മനുഷ്യനായപ്പോൾ ദൈവം മനുഷ്യ ശരീരത്തിലേക്കാണ് പ്രവേശിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് വി ആർ ദി ടെമ്പിൾ ഓഫ് ദ ലിവിങ് ലോർഡ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ബോഡി ഈസ് വെരി സീക്രട്ട്. ഈ ശരീരം വിശുദ്ധമാണ്. ഈ അതുകൊണ്ട് പൗലോസ് പറഞ്ഞു ദൈവം വസിക്കുന്ന മന്ദിരമാണ് നിങ്ങൾ. യു ആർ ദി ടെമ്പിൾ ഓഫ് ദി ലിവിങ് ലോർഡ്. ഇതൊരു കാത്തലിക് ആംഗിളിൽ പറയുമ്പോൾ അവർ ഈ ദൈവ സാന്നിധ്യത്തിന് അല്ലെങ്കിൽ അവർ കുർബാന സൂക്ഷിക്കുന്ന സ്ഥലത്തിന് സക്രാരി എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹിതർ കാത്തലിക്സ് ആളുകളുടെ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സീക്രട്ട് സ്പേസ് സക്രാരി. അത് ഡിവൈൻ പ്രസൻസ് ആണ്, അത് ക്രിസ്തു തന്നെയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്ന ഞാനും നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരിക്കലും മറക്കാതെ ഇനി ഓർത്തിരുന്നോണം, ദൈവത്തിൻ്റെ സക്രാരികളാണ് നിങ്ങൾ ഇവിടെ. അതുകൊണ്ട് ഈ ശരീരത്തെ നമുക്ക് വിശുദ്ധിയിൽ സൂക്ഷിക്കണം. കീപ് യുവർ ബോഡി ഇൻ പ്യൂരിറ്റി ആൻഡ് ഹോൾനെസ്. ഇന്ന് ശരീരത്തെയാണ് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളിനെ നമ്മൾ കാണുന്നത് ദൈവം ജീവിക്കുന്നതായ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ സക്രാരിയാണ്. ആ ദൈവബോധം നഷ്ടപ്പെടുമ്പോൾ, നമ്മളുടെ ശരീരത്തിൽ നിന്ന് ദൈവാംശം ഒഴുകിപ്പോകുമ്പോൾ പിന്നെ അതൊരു തൃഷ്ണയുടെ കൂടായിട്ട് മാറും, ജഡമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ജഡം നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഇന്ന് കേരളത്തിൽ കാണുന്ന അതിഗൗരവമായ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ദി ബോഡി ഓഫ് ദി അതർ ഈസ് നോട്ട് സീക്രട്ട്. ഇറ്റ് ഈസ് ഓൺലി 60-70 kilograms ഓഫ് ഫ്ലഷ്. അതൊരു തൃഷ്ണയുടെ കൂടാണ്. എൻ്റെ തൃഷ്ണയുടെ പൂർത്തീകരണം ആ തൃഷ്ണ കൊണ്ട് ഞാൻ സാധിക്കും. ദിസ് ഈസ് ദി ഇഷ്യൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഓരോരുത്തരും അടുത്ത് നിൽക്കുന്നയാൾ അത് ദൈവം വസിക്കുന്നതായ അതിവിശുദ്ധമായ സീക്രട്ട് സ്പേസ് ആണെന്ന് കണ്ടാൽ നമ്മൾ ആ ശരീരത്തെ ദുരുപയോഗം ചെയ്യുമോ? ഇതാണ് ഈ വർഷത്തെ ക്രിസ്മസ് നമ്മൾ ഗൗരവമായി എടുക്കേണ്ടത്. വി ആർ നോട്ട് ടാർഗറ്റിങ് എനി വൺ. ഒരാളുടെയും കുറ്റങ്ങൾ പറ്റുക.
ഒരു ഒരു കൂടെ ജോലി ചെയ്യുന്ന കുട്ടികൾ ഇല്ലേ, ജോലി ചെയ്യുന്നവർ നമ്മൾ കണ്ടില്ലേ, കുറച്ച് നാൾ മുമ്പ് ട്രിവാൻഡ്രത്ത് എയർപോർട്ടിൽ ഉയർന്ന ജോലി ചെയ്യുന്ന കുട്ടികളാണ്. എന്തെല്ലാം പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ മിടുമിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം ഒരു തൃഷ്ണയുടെ താല്പര്യത്തിന് വേണ്ടി അടിച്ചമർത്താനും ദുരുപയോഗപ്പെടുത്താനുമുള്ള ഒരു 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 മനുഷ്യ കൂടായ്മ, ഒരു ഫ്ലഷ് കൂടായിട്ട് മാത്രം കാണുന്നെങ്കിൽ ഇതല്ലേ ഇത്? അതുകൊണ്ട് സ്നേഹിതരെ, ക്രിസ്മസ് നമ്മൾ വെറും ഇറ്റ് ഈസ് നോട്ട് മിയർലി എ സെലിബ്രേഷൻ, ഇറ്റ് ഈസ് എ ചലഞ്ച്. നമ്മുടെ ശരീരത്തെ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു സോ റെസ്പെക്ട് ദി ബോഡി ഓഫ് ദി അതർ. എല്ലാവരും അടുത്തിരിക്കുന്ന ആളിൻ്റെ ശരീരം ദൈവം വസിക്കുന്ന വിശുദ്ധ സ്ഥലമാണ്, അത് പള്ളിയാണ്, അത് ടെമ്പിളാണ്, അതിൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്ന് നമ്മൾ ഓർത്താൽ നമ്മൾ എത്രയോ വിനയത്തോടും ഭവ്യതയോടും നമ്മളൊരു കുർബാന കാണുന്നത് പോലെ മറ്റേ ആളിനെ കാണും. മാർത്തോമാ സഭയിലെ മാർത്തോമാസഭയുടെ ബാക്കി അങ്ങോട്ട് വിടാം. ഒരു റെക്കൺസൈലിംഗ് കമ്മ്യൂണിറ്റി, യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റി ആണെന്നും കുർബാന വർഷത്തിൽ നമുക്കെടുക്കേണ്ടുന്ന ഗൗരവമായ കാര്യമെന്ന് പറയുന്നത് ലെറ്റ് us ലേൺ ടു റെസ്പെക്ട് ദ ബോഡി ഓഫ് ദി അതർ. എന്തെന്നാൽ അത് ദൈവം വസിക്കുന്നതായ സ്ഥലമാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അങ്ങനൊരു വാക്യം ഉണ്ടോ ഇല്ല ഇവിടെ ഇരിക്കുന്നത്? ഇല്ല, ഉണ്ട്. കൊച്ചു കാര്യമാണോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ടാകാം യേശു തമ്പുരാൻ തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞത്, മോഹത്തോടുകൂടി ഒരു സ്ത്രീയെ നോക്കിയാൽ അത് അഡൾട്ടറി, ഇറ്റ് ഈസ് ഈക്വൽ ടു അഡൾട്ടറി. അത് ചെയ്തതായിട്ടാണ് പറയുന്നത്, ഇല്ലേ? അപ്പോൾ നമുക്ക് എത്രമാത്രം ഒരു സീക്രട്ട്നെസ്, ഒരു വിശുദ്ധീകരണം, ഒരു വിശുദ്ധ ജീവിതം നമുക്കുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ദൈവം ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കാര്യമാണ് എനിക്ക് ഒന്നാമത് പറയാനാണ്. രണ്ടാമത്, ദൈവം ഒരു കാലിക്കൂട്ടിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ആവശ്യമില്ല, എങ്കിലും ഒരാശയം നമുക്കൊന്ന് ആലോചിക്കേണ്ടത്. ഈ മൃഗലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മൃഗതുല്യമായി ജീവിക്കുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇല്ല, ഉണ്ട്. അങ്ങനെ മൃഗതുല്യമായി ജീവിക്കുന്നവരുടെ അടുത്തേക്കാണ് ദൈവത്തിൻ്റെ ജനനം സംഭവിച്ചത്. അരികുകളിൽ കിടക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത് ദൈവം നമുക്ക് ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യും. ഒരു പള്ളിയിൽ, ഏറ്റവും വലിയ പള്ളിയാണ് നമ്മുടെ ഭദ്രാസനത്തിലെ ഈ ശാലയം പള്ളി. 900-ലധികം കുടുംബങ്ങൾ ഉള്ള സ്ഥലമാണ്, ഇടവകയാണ്. ഈ പള്ളിയിൽ എല്ലാവരും ഒരുപോലെ ഉള്ളവരാണ്. ഇതിനകത്ത് കുണ്ടറക്കാരുണ്ടോ? ഇല്ല. ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിലും അനങ്ങുകയില്ല. ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, നിങ്ങളുടെയും എൻ്റെയും ആയുസ്സിൽ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട. ദൈവം അടുത്തു വന്നവനെ അകറ്റുന്നവനെ ദൈവം അകറ്റിക്കളയും. അവന് ദൈവമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാൻ സാധ്യതയില്ല. യു സിമ്പിൾ ലോജിക്. ദൈവം സ്നേഹിച്ചടുത്ത് വന്ന പലരെയും നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ ഗേറ്റ് അടച്ചത് മാത്രമല്ല, അങ്ങനെ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് സാരമില്ല. ഈ 2025 ക്രിസ്മസിൽ നമ്മൾ ഒന്നാമത് പറഞ്ഞത്, ഈ അടുത്ത ഓരോ ആളുകളും ഒരു സീക്രട്ട് സ്പേസ് ആണെന്ന് പറഞ്ഞതുപോലെ ആരെയും നിസ്സാരരായി കാണരുത്. നമ്മൾ ഒരുപാട് ആളുകളെ നിസ്സാരമായി കാണും. അത് ബിഷപ്പന്മാരും അച്ഛന്മാർക്കും കൂടുതൽ അതിനുള്ള സാധ്യതയുണ്ട്. എന്നില്ലും കുഴപ്പമില്ല, അവൻ്റെ ആബ്സെൻസ് എന്ന് പറയുന്നത് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒന്നും സംഭവിക്കാൻ പറ്റില്ല. എന്നാൽ വലിയ പത്രാസുള്ളവരുടെ ആണെങ്കിൽ ആബ്സെൻസ് ചിലപ്പം മാസവരി കുറയാം, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ കാണാമായിരിക്കും. അതുകൊണ്ട് ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു പതിപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ക്രിസ്മസിന് പ്രത്യേകമായ അർത്ഥമാണ്. ആരെയും നമ്മുടെ മനസ്സിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യരുത്. ഈ ദൈവത്തിന് സഹിക്കാനൊക്കാത്ത കാര്യമെന്ന് പറയുന്നത്
ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരു കുഞ്ഞിനെ, ഒരു ആളിനെ നമ്മുടെ മനസ്സിൽ നിന്ന് അകറ്റിയാൽ ദൈവം വെറുതെ വിടുകയില്ല എന്ന് വേണം ധരിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഒരു കുഞ്ഞ് സ്പെഷ്യൽ ചൈൽഡാണ് എന്ന് വിചാരിക്കും, ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. ആ കുഞ്ഞിനെ ആർക്കും ഇഷ്ടമില്ല. മൂത്തത് വലിയ അതിസമർത്ഥ സൗന്ദര്യമുണ്ട്, പഠിപ്പുണ്ട്, ഇങ്ങനെ വളരുന്ന കുട്ടിയാണ്, എല്ലാവർക്കും സന്തോഷം. ഈ സ്പെഷ്യൽ ചൈൽഡിനെ ആർക്കും വേണം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് അങ്ങോട്ട് മാറിയപ്പോൾ നിങ്ങൾ കണ്ടു നിങ്ങളുടെ ആ സ്പെഷ്യൽ ചൈൽഡിനെ അവനോടെ കളിയാക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംസാരം ഈ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ? നിങ്ങളെന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ? ഇല്ല. നിങ്ങളുടെ ചങ്ക് പിളരും. ഏതമ്മയുടെയും ഒരു മനുഷ്യ അമ്മയുടെ ചങ്ക് പിളരും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആ അമ്മ പ്രസവിച്ച മൂത്താൾ അല്ലെങ്കിൽ മിടുക്കൻ, ഇവന് ഇച്ചിരി ഒരു വൈകല്യമുണ്ട്. അവനെ നിങ്ങൾ കാണാഞ്ഞപ്പോൾ കല്ലെടുത്ത് എറിയുകയും അവനെ പരിഹാസത്തോടുകൂടെ സംസാരിക്കുകയും ചെയ്യാൻ നിങ്ങളുടെ നെഞ്ച് പിളരുന്നുവെങ്കിൽ, സർവശക്തനായ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച തൻ്റെ ഒരു പൈതലിനെ അല്ലെങ്കിൽ തൻ്റെ ഒരു മകനെയോ മകളെയോ പരിഹസിക്കുന്നതായി കണ്ടാൽ ദൈവം വെറുതെ വിടുക. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ ദൈവം അവനെ വിടുവിക്കും. അതിനൊന്നും സംശയമില്ല. നമ്മളെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതൊക്കെ ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ എനിക്ക് വളരെ ബോധ്യമുള്ള കാര്യമാണ്. കാരണം 40-42 വർഷമായിട്ട് ഇങ്ങനെ മനുഷ്യരെ കാണുന്നു. അവസാനത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ ഈ തള്ളിക്കളയുന്ന ആളുകളെ. പത്രാസുള്ളവർ വേണമെങ്കിൽ പണം തരാമെന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഡോക്ടറെ കണക്ട് ചെയ്ത് തരാം, എൻ്റെ അടുത്ത ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയും. പക്ഷേ നമുക്കൊരു കുപ്പി ബ്ലഡ് വേണമെങ്കിൽ, നമ്മുടെ കൂടെ ആശുപത്രിയിലൊന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ പോഴന്മാരെന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സ്നേഹിക്കുക എന്നുള്ളതല്ല, അതൊരു ലോക യാഥാർത്ഥ്യമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ആ രീതിയിൽ ഈ അവഗണിക്കുന്നവരെ പരിഗണിക്കാനായിട്ട് സാധിക്കും. ക്രിസ്മസ് കഥകളിൽ ഏറ്റവും സുന്ദരമായ കഥകളിലൊന്ന് യേശു കുഞ്ഞ് ജനിക്കുന്നു, അല്ലെങ്കിൽ ഒരു പൈതൽ ജനിച്ചു ബേത്ലഹേമിൽ. ആ ജനിക്കുന്ന കുഞ്ഞ് ആദ്യം കരയുമല്ലോ. ഈ കരച്ചിൽ ആദ്യം കേൾക്കുന്നത് ആരാണ്? ഇപ്പോഴത്തെ നമ്മുടെ ക്രമം അനുസരിച്ച് നിങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണോ? ആരാ കേട്ടെ? ആട്ടിടയന്മാർ അല്ലേ? അല്ല, അമ്മ ആ വീട്ടിലെ അമ്മയും അപ്പനും അല്ല, വെളിയിൽ കേട്ടത്. ഈ കഥ അനുസരിച്ച് ആട്ടിടയത്തിമാരാണ്, നോട്ട് ദ ഷെപ്പേർഡ്സ്. ഈ ആട്ടിടയന്മാരുടെ ഭാര്യമാരാണ്. എനിക്ക് അതിനോട് യോജിക്കാനുള്ള കാര്യം, അമ്മമാരുടെ ശ്രദ്ധയാണ് കുഞ്ഞുങ്ങളുടെ കരച്ചിലിൽ ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരെന്നെ ഒന്ന് നോക്കിക്കേ. ആ അവിടെ കിടന്ന് കരഞ്ഞണക്കെ പോത്തുപോലെ ഉറങ്ങിയ 2-3 ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഒരു 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 കുഞ്ഞനങ്ങിയാൽ, നമുക്ക് മാത്യു വറീസ് എന്ന് പറഞ്ഞ അച്ഛനുണ്ട്. അച്ഛൻ ഈ ഭാഗത്ത് മരിച്ചുപോയി. ഇവിടെ ഇരുന്നോണ്ട് ഈ ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. അച്ഛൻ്റെ 3 മക്കളാണ്, 2 പെൺമക്കളാണ്, ഒരു മകളാണ്. CMC വെല്ലൂരിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ പീഡിയാട്രിക് ന്യൂറോ സർജനാണ് മായയുടെ ഹസ്ബൻഡ് എൻഡോക്രൈനോളജി ഹെഡാണ്. അതിൻ്റെ ഇളയ മകൾ, അച്ഛൻ്റെ ഇളയ മകൾ ഡെഫ് ആൻഡ് ഡെമാണ്. സംസാരിക്കാനോ കേൾക്കാനോ ഒക്കെ ഡെഫ് ആൻഡ് ഡെമ്പായിട്ടുള്ള ഒരാളിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു കുഞ്ഞ് ഉണ്ട്. അതൊക്കെ പ്രായമായിപ്പം. ഒരിക്കലും അച്ഛൻ ഏതോ സംസാരത്തിൽ പറഞ്ഞു, ഈ ഡെഫ് ആൻഡ് ഡെമ്മായ അമ്മ ഈ കുഞ്ഞിൻ്റെ ചലനം കേൾക്കുമ്പോൾ ഉണരും. അച്ഛൻ പറഞ്ഞു, മഹാത്ഭുതമാണ്, ശബ്ദം കേൾക്കത്തില്ല, ഒന്നും കേൾക്കാത്ത ഈ അമ്മ കുഞ്ഞിൻ്റെ ഒരു ചലനം അറിയും. ഇതാണ്. അപ്പോൾ അമ്മമാർ ആണ് കേട്ടോ. അവർ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഞ്ഞെവിടെയോ ജനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ അന്നേരം അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ചായിരിക്കും അവർ 3-5-6 അമ്മമാരെല്ലാം കൂടി എഴുന്നേറ്റ് ഇച്ചിരി പാലും തുണിയും ആയിട്ടൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞ് ഈ പുൽക്കൂട്ടിൽ ഇങ്ങനെ കിടക്കും. അതിൻ്റെ അടുത്ത് വന്നു. അപ്പം നോക്കിയപ്പോൾ ഇവർ കൊണ്ടുവന്ന്
ഇച്ചിരി പാല് ഏതാണ്ട് ഈ കുഞ്ഞിൻ്റെ വായിലിറ്റിച്ച് കൊടുത്തു. ഭയങ്കര തണുപ്പ്. അതിലൊരമ്മ അത് കണ്ടപ്പോൾ താൻ പുതച്ചിരുന്ന ഒരു പഴയ കമ്പിളി കീറി ഈ കുഞ്ഞിനെ പുതപ്പിച്ചു. അങ്ങനെ കണ്ടേച്ചവർ മടങ്ങിപ്പോയി. വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എല്ലായിടത്തും ഒരു സംസാരം, അത് യേശുവിനെ കുറിച്ചാണ്. അവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം. അപ്പോൾ ഈ അമ്മമാർ അന്ന് ഓർത്തു, കുറേ നാളിന് മുമ്പ് നമ്മളിങ്ങനെ ഒരു കുഞ്ഞിനെ പോയി കണ്ടല്ലോ, അവനായിരിക്കുമോ ഈ പറയുന്ന ആൾ? അങ്ങനെ അവർ അതൊക്കെ തപ്പിപ്പിടിച്ച് വന്നപ്പോൾ അവർ പോയി കണ്ടതാണ്. ഉടനെ ഈ വല്യമ്മമാർ, അപ്പോൾ ഇവർ വല്യമ്മയായി ഈ ആട്ടിടയത്തുകൾ കൊച്ചുമക്കളെല്ലാം കൂടെ വിളിച്ചു കൂട്ടി. അവരോട് പറഞ്ഞു, മക്കളെ, ഇന്നിപ്പോൾ ഈ പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ കുഞ്ഞ് ജനിച്ചപ്പോൾ ഞങ്ങളാണ് പോയത്. ഞങ്ങൾ അവൻ്റെ അടുത്ത് ചെന്ന് അവന് പാൽക്കട്ടി കൊടുത്തു, തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾ കമ്പിളി ഉടുപ്പ് കൊടുത്തു, അതൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളങ്ങ് വിട്ടുപോയി, മറന്നുപോയി അവനാണ്. എന്നിട്ട് ഒരമ്മ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ ഓർത്തെടുക്കുന്നു. നിങ്ങൾ കണ്ടോ, ഞങ്ങൾ ഈ അമ്മമാരുടെ എല്ലാം തോള് ഒരു വശത്തോട്ട് ഇങ്ങനെ ചരിഞ്ഞതാണ്. അങ്ങനെ ചരിയാൻ കാരണം നമ്മൾ ആടിനെ എടുത്തുകൊണ്ട് നടന്നതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് ആളുകളുടെ മുമ്പിൽ നമ്മൾ തലകുനിച്ച് നിന്നവരാണ്. മുഖത്തോട്ട് നോക്കാൻ നമുക്ക് അനുവാദമില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഓർത്തെടുക്കുന്നു, അന്ന് ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ഞങ്ങളുടെ തല ഉയർന്നു നിന്നതായി ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. പിന്നെ അത് വിട്ടുപോയി, അങ്ങനെ നിന്നായിരുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ തല ഉയർത്തുന്നവൻ. നമുക്ക് മൂന്നാമത് നമുക്ക് ഈ ക്രിസ്മസിൽ എടുക്കേണ്ടുന്ന ഒരു താരം, നമ്മുടെ മുമ്പിൽ ആരും തല കുനിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ അത്രയൊക്കെ കാര്യം നമുക്ക് ചെയ്യാം. നെവർ പെർമിറ്റ് ടു ബൗ ഡൗൺ യുവർ സംബഡീസ് ഹേർഡ് ഇൻ ഫ്രണ്ട് ഓഫ് us. നമ്മുടെ ഒരു അഹങ്കാരത്തിൻ്റെ ലോകമാണ് തല കുനിപ്പിക്കുന്ന. തല കുനിഞ്ഞു നിന്നാൽ ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഔദാര്യത്തിൻ്റെതല്ല, ഉത്തരവാദിത്വം അവകാശവുമാണ് വിഷയം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരുടെയും ഈ ജനിച്ച കുഞ്ഞ് എല്ലാവരുടെയും തല ഉയർത്തുവാനാണ്. തല പറിക്കുന്ന ലോകമാണ്. കുരുന്നു കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്ന ലോകമാണ്. ബോംബിട്ട് ചിതറിക്കുന്ന ലോകമാണ്. പലായനം ചെയ്ത അമ്മയാണ് ഈ അമ്മയെന്നൂടെ ഓർത്തുകൊള്ളണം. അഭയാർത്ഥികളായി പോയവരാണ്. ഈ അഭയാർത്ഥിക്ക്, യേശു എന്ന അഭയാർത്ഥിക്ക്, ഈ ലോകത്തിൻ്റെ അഭയാർത്ഥികളുടെ ദുഃഖം അറിയാം. അങ്ങനെയുള്ളവർക്കേ ദുഃഖം അറിയുള്ളൂ. എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു കൊച്ചൻ 28 വർഷമായിട്ട് എൻ്റെ കൂടെയുണ്ട്. നമ്മുടെ ബോയ്സ് ഹോമിൽ വളർന്നതാണ്. അവന് ഒരു ചികിത്സയ്ക്ക് പോയി. ഞങ്ങളുടെ വീട്ടിൽ ആര് വന്നാലും, ഭിക്ഷക്കാർ മുതൽ നമ്മുടെ സഭയിലെ ഏറ്റവും സൗകര്യമുള്ള ആളുകൾ വന്നാൽ പോലും ആദ്യത്തെ അവൻ്റെ ചോദ്യം, സാറ് ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത്? ഒരു നാളും ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നും അവന് എല്ലാവരുടെയും വലിയ ഇഷ്ടമില്ലാത്തവർ വന്നാൽ ചോദിക്കുകയില്ല. പക്ഷേ ഏതാളുകൾ സാറ് കഴിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിക്കും. കാരണം പട്ടിണി അറിഞ്ഞവനാണ്. അപ്പം നമ്മൾ ഈ കാണുന്നത് പോലെയല്ല ഈ ലോകം. നമ്മൾ കാണേണ്ടതുപോലെയല്ല നമ്മൾ കാണുന്നത്. ഈ രീതിയിൽ ഞാനിന്ന് സംസാരിക്കാൻ കാരണം, നമ്മുടെ ഈ ഭദ്രാസനം നമ്മൾ വിശുദ്ധ കുർബാന സമൂഹമായി ജീവിക്കാനായിട്ടും ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളായിട്ട് ഇടവകൾ തീരണമെങ്കിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുടെ വെളിച്ചത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്മസ് അർത്ഥപൂർണമായി ജീവിക്കുന്നതിനിടയാകണം. നിങ്ങൾ ആരോ ഇവിടെയാണോ ഇന്നലെ എവിടെയോ പറഞ്ഞൊരു കാര്യം, 1000 പ്രാവശ്യം യേശു ബേത്ലഹേമിൽ ജനിച്ചാലും എൻ്റെ ഉള്ളിൽ യേശു ജനിക്കുന്നില്ല എങ്കിൽ എനിക്ക് ക്രിസ്മസ് അർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. പെർമിറ്റ് ജീസസ് ടു എൻ്റർ ഇൻ ടു അവർ. ഈ സക്രാരിയിൽ യേശു വസിക്കട്ടെ. യേശു ഉള്ളവരായി തീരാം. യേശുവിന് വേണ്ടി ജീവിക്കാൻ നോക്കിടെയാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഗുണമില്ല. ക്രിസ്തുവിൽ ആയിത്തീരുന്ന ക്രിസ്മസായി ഈ വർഷത്തെ ക്രിസ്മസ്
നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. ഞാനിന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും കുറച്ചുകൂടി ആലോചിച്ച് നമ്മുടെ ജീവിതത്തിൽ ചില പരിവർത്തനത്തിന് നമ്മളെ സമർപ്പിക്കേണ്ടുന്ന കാര്യങ്ങളൂടെയാണ്. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ദൈവം സഹായിച്ചിരിക്കുന്നു. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിച്ചാൽ മതി. പ്രവർത്തിക്കണം. എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസും അനുഗ്രഹീതമായ ഒരു പുതിയ വർഷവും നേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെയും നമ്മിലൂടെ ഈ ലോകത്തെയും അനുഗ്രഹിക്കട്ടെ.